ഹലോ, ഗുഡ് മോർണിംഗ്. ഞായറാഴ്ച ഇങ്ങനെയാണ് കേട്ടോ ഇന്ന് എനിക്ക് തുടങ്ങിയത്. അതായത് ചേച്ചീൻ്റെ വീട്ടിലത്തെ ഞായറാഴ്ച. അതാ കുട്ടുവാണെങ്കിൽ അവൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ വിളക്ക് വയ്ക്കൂലേ നമ്മുടെ തുളസിത്തറയിൽ. വിളക്ക് വെച്ചാൽ അവൻ കൊണ്ടുപോയി കെടുത്തുക. ഇതാണ് അവൻ്റെ ഹോബി ഇപ്പോൾ. പിന്നെ അവിടെ വെച്ചിരിക്കുന്ന കുറച്ച് ചെടികളുടെയൊക്കെ വീഡിയോ വെറുതെ എടുത്തതാണ്. ഇതിനേക്കാളും നിറയെ ചെടികളൊക്കെ ഉണ്ടായിരുന്നാണ് അവിടെ. അപ്പം അവിടെ മതിലൊക്കെ കെട്ടേണ്ട സമയമായപ്പോൾ ഒക്കെ പോയി. ചേച്ചി അപ്പോഴേക്കും രാവിലത്തെ ചായക്കുള്ളതൊക്കെ റെഡിയാക്കി. അപ്പോഴും അവന് ബിസ്ക്കറ്റ് വേണം, കുട്ടുവിനും. ബിസ്ക്കറ്റ് തീറ്റ കഴിക്കുകയാണ് ഇടയിൽ കൂടെ. അപ്പോഴേക്കും വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഹായ് കാണിക്കുകയാണ് കേട്ടോ ആൾ. ബിസ്ക്കറ്റ് തീറ്റയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇപ്പുറത്ത് ഒരാളിരിക്കുന്നുണ്ട്. ഇപ്പുറത്തിരിക്കുന്ന ആൾ എൻ്റെ ചേച്ചിയുടെ മോൾ തന്നെയാണ്, കുഞ്ഞ്. അവളെ ചിരിക്കുന്നത് കണ്ടോ വീഡിയോ കണ്ടു പറഞ്ഞേ. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നായിരുന്നു. അപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്തതാട്ടാ. അവനവിടെ ബാക്കിൽ ഒപ്പിക്കുന്നത് കണ്ടോ. ജനലിന് അപ്പുറത്ത് നോക്കി സാധനങ്ങൾ എടുത്തെറിയുക, അതാണ് പണി. അത് കഴിഞ്ഞ് ചെറുത് എൻ്റെ കയ്യിൽ തന്നെ വന്ന് ഇരുന്നു കുറച്ച് നേരം. ഞാൻ പിന്നെ അവളുമായിട്ട് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് കളിച്ച്. കുട്ട് കണ്ടില്ലേ, അവന് വട്ടിൽ കണ്ടാൽ പിന്നെ ഒന്നും വേണ്ട. പിന്നെ ചേച്ചി ഭക്ഷണം ഉണ്ടാക്കി തന്നപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോയി. അപ്പവും കടലക്കറിയും ഉണ്ടാക്കി തന്നായിരുന്നു. പിന്നെ അത് കഴിച്ചു പറഞ്ഞാൽ ടി വി ഡോറയിട്ട് കണ്ടിരിക്കാൻ തുടങ്ങിയിട്ടാ കുട്ടു. അവിടെയാണെങ്കിൽ യൂട്യൂബിൽ വൈഫൈ കണക്ഷൻ കൊടുത്തിരിക്കുന്നതുകൊണ്ട് അവൻ അതും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും പള്ളിപ്പെരുന്നാളാണ് അത്ര അവിടെ വീട്ടിൻ്റെ അവിടുത്തെ. അതുകൊണ്ട് അവിടെ കുരിശ് വരികയെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വെളിയിൽ പോയി നിൽക്കുകയായിരുന്നു കേട്ടോ. കൊട്ടും എല്ലാം കൂടിയായിട്ട് വന്നിട്ട് കുരിശ് വന്നിട്ട് പിന്നെ അവർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് വീട്ടിലൊക്കെ ചുറ്റിയിട്ട് തൊഴുതിട്ട് കൊണ്ടുപോകും. അതാണ് അവിടെ പറയണത് കേട്ടത്. ഞങ്ങൾ രാവിലെ 9 മണിക്ക് റെഡിയായി ഇരുന്നിട്ടും 10 മണി കഴിഞ്ഞു കേട്ടോ വരാൻ. 9:30 കഴിഞ്ഞു, 10 മണിയായി. ഭക്ഷണമൊക്കെ കഴിച്ച് എന്നിട്ടൊക്കെയാണ് വെയിറ്റ് ചെയ്തിരുന്നത്. കാരണം കുട്ടികൾക്കൊക്കെ കൊടുക്കണമല്ലോ. പിന്നെ അവർ അതൊക്കെ കഴിഞ്ഞതാ കൊണ്ടുപോകാൻ കേട്ടോ വേറൊരു വീട്ടിലേക്ക്, അടുത്തുള്ള വീട്ടിലേക്ക്. പൈസയൊക്കെ ഇട്ട് കൊടുത്തു. ഇവിടെ അമ്മയും അച്ഛനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവർ ചെയ്തുകൊണ്ടിരുന്നതാത്രേ. പിന്നെ ഒരേ തറയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെയല്ലേ. പിന്നെ അവരതും വാങ്ങിച്ചു പോയി. അപ്പോഴേക്കും ചേട്ടനും മോനും കൂടി ചിക്കൻ വാങ്ങിക്കുക പറഞ്ഞിട്ട് അവരും പോയിട്ട് വന്നു കേട്ടോ. പിന്നെ എനിക്കായിരുന്നു പണി. ചിക്കനുള്ള കറിക്കുള്ളതൊക്കെ റെഡിയാക്കാൻ പറഞ്ഞിട്ട് ഞാനും റെഡിയാക്കാനൊക്കെ നിന്നു. ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഉള്ളി അരിഞ്ഞ് അത് റെഡിയൊക്കെ ആക്കിയ ശേഷം ചിക്കനൊക്കെ ഒന്ന് പുരട്ടി വെച്ച് കറിക്കുള്ളതും റെഡിയാക്കി ഞാൻ. കറിക്ക് ഉള്ളിയും തക്കാളിയും വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പൊടികളായി മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട്. കുരുമുളക് പൊടിയാട്ടോ ഞാൻ കൂടുതലും ഇട്ടത്. കുരുമുളക് പൊടി കൂടുതലിട്ടിട്ടാണ് ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടാൻ്റെ ഞാൻ റെഡിയായോ എന്ന് പറഞ്ഞ് നോക്കിയതാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് പൊരിക്കുകയും കഴിഞ്ഞു. ഈ കളറില്ല എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ഞാനധികം മുളക് പൊടിയും കാര്യങ്ങളൊന്നും ഇട്ടില്ല. പിന്നെ അങ്ങനെ റെഡിഷായി കളറ്. കാരണം കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെ ഒരുപാട് മുളക് പൊടിയൊന്നും ഇട്ടില്ല. ബട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കനും ചോറും മട്ടേരി ചോറായിരുന്നു. അതും ഫ്രൈയും കൂടിയിട്ടായിരുന്നു ഭക്ഷണം കഴിച്ചത്. പിന്നെ ഞാനും എൻ്റെ മോനും കൂടി മിണ്ടാണ്ട് ഉച്ചയ്ക്ക് അങ്ങോട്ട് കിടന്നു. ഞാൻ ഉറങ്ങിയില്ല കേട്ടോ. കുട്ടുവാണ് ഉറങ്ങിയത്. കുട്ടു നല്ല ഉറക്കം. പാവം ഒറ്റയ്ക്ക് മിണ്ടാണ്ട് കിടന്നും കൂടെ ഉറങ്ങി. പിന്നെ രാത്രി ആകുമ്പോഴേക്കും പള്ളിപ്പെരുന്നാളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ മാതാവിനെ കൊണ്ടുവരുന്ന ചടങ്ങുണ്ട് പറഞ്ഞു. ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് അതൊക്കെ കാണുന്നത്. അപ്പോൾ വീട്ടിൽ വേറെയുള്ളവിടെയൊക്കെ സീരിയൽ ബൾബൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി കുട്ടുവും കുട്ടികളൊക്കെ കൂടി അതൊക്കെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ വീട്ടിൽ വിളക്കാണ് കേട്ടോ വെച്ച്, ചിരാതാണ് വെച്ചുകൊണ്ടിരുന്നത്. ചിരാതൊക്കെ വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും കൊട്ടും മാതാവിൻ്റെ രൂപമൊക്കെ ആയിട്ട് വന്നു കേട്ടോ അവർ. പിന്നെ അതൊക്കെ കണ്ട് കുറേ നേരം അങ്ങനെ നിന്നു. അതിന് പൈസയൊക്കെ കൊടുത്ത് മാതാവിൻ്റെ രൂപമൊക്കെ വന്ന് അവർ കുറേ പ്രാർത്ഥിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ പേര് പോകുന്നത് കണ്ടോ. നിറയെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് മാതാവിൻ്റെ രൂപവും ബാക്കിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അതൊക്കെ കാണുന്നത്. ഇവിടെ ഞങ്ങൾ ഇത്ര വർഷം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് പെട്ടെന്ന് വന്നപ്പോൾ അത് ഇന്ന് തന്നെയാണെന്നുള്ളത് അറിഞ്ഞു. കറക്റ്റായിട്ട് എനിക്ക് അറിയൂല. അത് ഞങ്ങൾ വരുന്നത് നോർമലായിട്ടുള്ള വരുന്ന ദിവസങ്ങളിലായിരിക്കും. പക്ഷേ ഇന്ന് പള്ളിപ്പെരുന്നാളായിരുന്നു. അപ്പം അങ്ങനെ കണ്ടു. കുറേ പേരങ്ങനെ മെഴുകുതിരിയും പിടിച്ച് പോകുന്നുണ്ടായിരുന്നു. മാതാവിൻ്റെ രൂപം ബാക്കിൽ തന്നെ വരുന്നുണ്ട്.
പിന്നെ ഞങ്ങൾ അതിൽ പൈസയൊക്കെ ഇട്ട് അവർ മലരിൻ്റെ പ്രസാദം പോലെ തന്നായിരുന്നു. പിന്നെ രാത്രിക്കുള്ള ചപ്പാത്തിയും ചിക്കനും ഉച്ചത്തെ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. അതങ്ങോട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇനി നാളെ ഞാൻ നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകും. ഓക്കെ ബായ്.